നോമ്പ് കാലത്ത് IBS ഉള്ളവർക്ക് ഭക്ഷണത്തിൽ പാലിക്കേണ്ട ഒരു പ്രാക്ടിക്കൽ ഗൈഡ് പറഞ്ഞു തരാം. IBS ഉള്ളവർക്ക് ഈ ഒരു മാസം കുടലിനെയും വയറിനെയും ഒക്കെ റീസെറ്റ് ചെയ്യാനുള്ള ഒരു അവസരമാണ്. ഫസ്റ്റ് ഓഫ് ഓൾ, നോമ്പ് തുറക്കുന്ന സമയത്ത് വയറിനെ ഒരിക്കലും ഓവർലോഡ് ആക്കരുത്. അതായത് ചെറിയ പോർഷനായി മാത്രം കഴിക്കുക. കൂടുതൽ സ്പൈസി ആയിട്ടുള്ളതും ഓയിലി ആയിട്ടുള്ളതും വറുത്തതുമായ ഭക്ഷണങ്ങൾ ഒഴിവാക്കുക. കഫീൻ കണ്ടന്റ് കൂടുതലുള്ള ചായയും കാപ്പിയും ലിമിറ്റ് ചെയ്യുക. മെല്ലെ മെല്ലെ കഴിക്കാനും നന്നായി ചവച്ചരച്ച് കഴിക്കാനും നോമ്പ് തുറന്നതിന് ശേഷം 15 മിനിറ്റെങ്കിലും നടക്കാനും ശ്രദ്ധിക്കുക. ഇനി സ്റ്റൂൾ ലൂസായി പോകുന്ന പ്രശ്നമുള്ളവർ എണ്ണയിൽ പൊരിച്ച ഭക്ഷണങ്ങളും പാൽച്ചായയും പാൽക്കാപ്പിയും പാലും പിന്നെ ഉള്ളി കൂടുതലുള്ള സ്പൈസി കറികളും നിർബന്ധമായും ഒഴിവാക്കുക. ഇനി സ്റ്റൂൾ ടൈറ്റ് ആയി പോകുന്ന പ്രശ്നമുള്ളവർ ഫൈബർ കണ്ടന്റ് അധികമായുള്ള ഓട്സ്, ഫ്രൂട്ട്സ് എന്നിവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. നോമ്പ് തുറന്നതിന്റെയും അത്താഴത്തിന്റെയും ഇടയിൽ 2 മുതൽ 2.5 ലിറ്റർ വരെ വെള്ളം കുടിക്കാൻ മറക്കരുത്. ഇനി ഗ്യാസിന്റെ പ്രശ്നമുള്ളവർ കാബേജ്, ഉള്ളി, ബീൻസ്, കോളിഫ്ലവർ എന്നിവയും കാർബണേറ്റഡ് സോഫ്റ്റ് ഡ്രിങ്ക്സുകളും പൂർണ്ണമായും ഒഴിവാക്കുക. അതുപോലെ നോമ്പ് സമയത്ത് മരുന്നുകൾ എടുക്കുന്നവർ അത്താഴ സമയത്തും ഇഫ്താർ സമയത്തും കഴിക്കാൻ ശ്രമിക്കണം. പ്രോബയോട്ടിക്സ് ഇഫ്താറിന് ശേഷം മാത്രമേ കഴിക്കാവൂ. IBS ഉള്ളവർ അത്താഴ സമയത്തും നോമ്പ് തുറക്കുന്ന സമയത്തും എന്തൊക്കെ സ്പെസിഫിക് ഡയറ്റ് എടുക്കണമെന്ന് അറിയണ്ടേ? IBS എന്ന് കമന്റ് ചെയ്തോളൂ. ബി ഹെൽത്തി.